ഒരു പുതിയ വർഷം നമ്മുടെ വെളിപ്പാടകല വന്ന് നിൽക്കുന്നു, അഥവാ വിടർന്നു വരികയാണ് സൂര്യോദയം പോലെ. സ്വാഭാവികമായിട്ടും നല്ല പ്രതീക്ഷയോടെ ആരംഭിക്കും, പക്ഷെ നമ്മുടെ പ്രതീക്ഷ നിലനിൽക്കാറില്ല. ജോബിൻ്റെ പുസ്തകം 14:7, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും കിളിർക്കും, അതിന് പുതിയ ശാഖകൾ വരാതിരിക്കില്ല. പക്ഷേ നമ്മളിൽ ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും, ഒരിക്കൽ വെട്ടപ്പെട്ട അനുഭവം, ഒരിക്കൽ മുറിക്കപ്പെട്ട അനുഭവം, ആ അനുഭവം ചുമന്നുകൊണ്ട് നടക്കും, വഹിച്ചുകൊണ്ട് നടക്കും. പിന്നീട് ഒരിക്കലും ഒരു പുതിയ ശാഖ വരുന്നില്ല, ഒരു പുതിയ നാമ്പ് മുളയ്ക്കുന്നില്ല. വൃക്ഷത്തിന് പോലും ഒരു പ്രത്യാശയുണ്ട്. നമ്മളൊരു പേരമരം വെട്ടി നിർത്തുക. നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ, ഈ ശുശ്രൂഷ എടുക്കുന്ന ധ്യാന കേന്ദ്രത്തിൽ ശ്രീകച്ചൻ്റെ സമയത്ത് ഒരു മരം വെട്ടി നിർത്തി. ഒറ്റ വർഷം ഇലയും പൂവും കായും എല്ലാം വെട്ടി നിർത്തി. അടുത്ത വർഷം അത് പൊട്ടിമുളച്ച് പേരയ്ക്ക പറിച്ച് തന്നു. ഒരു വർഷമാണോ 1.5 വർഷമാണോ എന്ന് എനിക്കറിയില്ല. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. സമൂലം വെട്ടിക്കളഞ്ഞാലും അതിങ്ങനെ പൊട്ടിക്കിളർത്തുകൊണ്ടിരിക്കും. നമ്മൾ പക്ഷേ മടുത്തു പോകുന്നു. പുതുവർഷത്തിൻ്റെ ആദ്യ ദിവസം, ഒരാഴ്ച, ഒരു മാസം പ്രത്യാശ അവസാന പാടി നമ്മളിങ്ങനെ പിടിച്ചു നിർത്തും. പിന്നെ പതിയെ നമ്മൾ നിരാശയ്ക്ക് കീഴ്വഴങ്ങും. ഒറ്റ മന്ത്രമേ ഉള്ളൂ, വിജയിക്കാൻ ഒറ്റ മന്ത്രമേ ഉള്ളൂ: നിരന്തരം സ്തുതിക്കുക. സങ്കീർത്തനം 71:14, ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, അങ്ങയെ മേൽക്കുമേലെ സ്തുതിക്കുകയും ചെയ്യും. മനസ്സിടിഞ്ഞു പോകുമെന്നേ. ആരുടെ മനസ്സ് എപ്പോഴും സ്റ്റഡിയായിട്ടിരിക്കുന്നത്? ആർക്കാ എപ്പോഴും ചിരിക്കാൻ പറ്റുന്നത്? വിഷാദം വന്ന് തിരുമാല പോലെ നമ്മളെ മൂടും. പക്ഷെ ഒറ്റ രഹസ്യമേ ഉള്ളൂ രക്ഷപ്പെടാൻ: ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. എൻ്റെ മുഖത്തെ തേജസ്സും പ്രത്യാശയും പോകത്തില്ല. അത് ചാന്ത് കൂട്ടി വെക്കുന്നതുകൊണ്ടല്ല, പിന്നെയോ മേൽക്കുമേലങ്ങയെ സ്തുതിക്കുകയും ചെയ്യും. എനിക്ക് ഭാരമുണ്ട്, അതിനു മേലെ ഞാൻ സ്തുതിക്കും. എനിക്ക് വിഷാദമുണ്ട്, അതിനെ ബ്രേക്ക് ചെയ്ത് ഞാൻ സ്തുതിക്കും. സങ്കീർത്തനം 71:14, ഒന്ന് മനസ്സിൽ കോറിയിടാൻ കഴിഞ്ഞാൽ ഞാനും നിങ്ങളും പരാജയപ്പെടില്ല. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, മേൽക്കുമേലെ അങ്ങയെ സ്തുതിക്കുകയും ചെയ്യും. ഓഷ്യൻ സ്റ്റാറിലൂടെ, നമ്മുടെ മിനിസ്ട്രിയിലൂടെ ദൈവം തരുന്ന എല്ലാ ശുശ്രൂഷകളും നമ്മുടെ പ്രത്യാശയും സന്തോഷത്തെയും വർദ്ധിപ്പിക്കട്ടെ. കൂടെ നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന, കൈകോർത്ത് നിൽക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു ആത്മീയ സുഗന്ധാഭിഷേകം കിട്ടട്ടെ. എല്ലാവരുടെയും പ്രത്യാശ ഒരു സ്വർഗത്തിൻ്റെ കാറ്റിങ്ങനെ ആളിക്കത്തിക്കട്ടെ. അനുഗ്രഹനിർഭരമായ, കൃപാനിർഭരമായ ഒരു നല്ല വർഷം നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും നേരുന്നു. സമുദ്രരാജ്ഞിയായ, സമുദ്രത്തിൻ്റെ മുത്തായ മറിയം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.